ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ കിസ്സിങ് ഹാൻഡിലെ ആക്ടിവിറ്റീസ് ആണ്. ആദ്യത്തെ 10 ആക്ടിവിറ്റീസ് അടങ്ങുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 11 നോക്കാം. ദ ഫോളോയിങ് ഈസ് ദ ഡയറി എൻട്രി ഓഫ് എയ്നു. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. റീഡ് ആൻഡ് എഡിറ്റ് ഇറ്റ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? താഴെ കൊടുത്തിട്ടുള്ളത് എയ്നു എന്ന് പറയുന്ന കുട്ടിയുടെ ഡയറിയാണ്. അപ്പോൾ ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. അതിനകത്ത് കുറച്ച് തെറ്റുകളുണ്ട്, അത് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ കാണാമല്ലോ, അതിൽ ചില വേർഡ്സിൻ്റെ അടിയിലായിട്ട് അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റീഡ് ആൻഡ് എഡിറ്റ് ഇറ്റ്. അത് വായിച്ച് എഡിറ്റ് ചെയ്യണം, കറക്റ്റായിട്ട് മാറ്റി എഴുതണം. ഓക്കെ. ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. ഇവിടെ എന്താണ്? ഫസ്റ്റ് തന്നെ അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഐൻ്റെ അടിയിൽ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ആക്കണം. ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. ഇവിടെ വിത്തിൻ്റെ അടിയിലും എന്തുണ്ട്? അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. വിത്ത് എ സ്റ്റോർ ആണോ? ഐ വെൻറ്റ് ടു എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. എന്താണ്? ഞാൻ സ്റ്റോറിൽ പോയി അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ടു ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. I saw a big orange to the shelf and decided to buy it. അപ്പോൾ ഇവിടെ ടൂൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? ഐ സോ എ ബിഗ് ഓറഞ്ച് ഓൺ ദ ഷെൽഫാണ്. ഞാനൊരു വലിയ ഓറഞ്ച് കണ്ടു. എവിടെയാണ്? ഷെൽഫിൽ അല്ലേ. അപ്പോൾ ഓൺ ദ ഷെൽഫാണ് വരിക. ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അത് വാങ്ങാൻ തീരുമാനിച്ചു. ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദാറ്റ് സ്റ്റോർ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ആ ഒരു സ്റ്റോറിൽ വെച്ച് കണ്ടു എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഇവിടെ ഓണിൻ്റെ അടിയിൽ അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് കറക്റ്റായിട്ട് എഴുതേണ്ടത്? ഐ മെറ്റ് മൈ ഫ്രണ്ട് അറ്റ് ദാറ്റ് സ്റ്റോർ എന്നോ അല്ലെങ്കിൽ ഇൻ ദാറ്റ് സ്റ്റോർ എന്നോ ആണ് ആൻസർ വരിക. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദ പാർക്ക്. അപ്പോൾ ഇവിടെ ഈ ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ തന്നെ മൈ എന്ന വേർഡിനടിയിൽ അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞ് പുതിയൊരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് വേർഡ് എങ്ങനെ എഴുതണം? ആദ്യത്തെ ലെറ്റർ, ആ ഫസ്റ്റ് വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ നമ്മൾ ക്യാപിറ്റലിൽ എഴുതണം. അപ്പോൾ ഇവിടെ മൈയുടെ എം ക്യാപിറ്റൽ എഴുതണം. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദ പാർക്കല്ല, ഗോ ടു ദ പാർക്കാണ്. എൻ്റെ ഫ്രണ്ട് എന്നെ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോ ടു ദ പാർക്കാണ്. ആൻഡ് ഐ വെൻറ്റ് ഫ്രം ഹർ അല്ല, ആൻഡ് ഐ വെൻറ്റ് വിത്ത് ഹർ. ഞാൻ അവളുടെ കൂടെ പോയി എന്നാണ്. ഓക്കെ. വി സാറ്റ് അറ്റ് ദ ബെഞ്ച് ആൻഡ് എയ്റ്റ് ദ ഓറഞ്ച് ടുഗെദർ. അപ്പോൾ ഇവിടെ വീൻ്റെ അടിയിൽ അണ്ടർലൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡബ്ല്യു ക്യാപിറ്റൽ ആക്കണം അല്ലേ. അപ്പോൾ പുതിയ സെൻറ്റൻസ് തുടങ്ങുകയാണ്. ഫുൾ സ്റ്റെപ്പിന് ശേഷം പുതിയൊരു സെൻറ്റൻസ് തുടങ്ങുമ്പം ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. അപ്പം ഡബ്ല്യു ക്യാപിറ്റൽ ആക്കുക. വി സാറ്റ് അറ്റ് ദ ബെഞ്ച് ആണോ? അല്ല, സാറ്റ് ഓൺ ദ ബെഞ്ച് ആൻഡ് എയ്റ്റ് ദ ഓറഞ്ച് ടുഗെദർ. അപ്പം അവരെന്ത് ചെയ്തു? ബെഞ്ചിൽ ഇരുന്നിട്ട് ഒരുമിച്ച് ആ ഒരു ഓറഞ്ച് കഴിച്ചു എന്നാണ് പറയുന്നത്. ഐ ത്രൂ ദ ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ്. അപ്പം ഐ എന്ത് ചെയ്യണം? നമ്മൾ ക്യാപിറ്റലാക്കണം. പിന്നെന്താണ്? ത്രൂ ദ ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ് ആണോ? അല്ല, ഇൻ ദ ഗാർബേജ്. അപ്പം ഓറഞ്ചിൻ്റെ തൊലി ഗാർബേജിലേക്ക് ഇട്ടു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇൻ ദ ഗാർബേജ് ആണ് വരിക. അപ്പോൾ ആക്ടിവിറ്റി 11 അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആക്ടിവിറ്റി 12 നോക്കാം. റീഡ് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻ ടു 2. അപ്പോൾ ഇവിടെ താഴെ നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്റൻസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി എഴുതണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഒന്ന് നമുക്കായിട്ട് തന്നിട്ടുണ്ട്, അത് നോക്കാം. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കിയേ. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, പിന്നെ ആൻഡ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം അടുത്തതായിട്ട് എഴുതുക. അടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് വേറൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതുക. യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അപ്പോൾ രണ്ടെണ്ണമായല്ലോ. ഇനി നമുക്ക് അടുത്തത് സ്വന്തം ചെയ്ത് നോക്കാം. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, അത് ഫസ്റ്റത്തെ. രണ്ടാമത്തേത് നമുക്ക് എങ്ങനെ എഴുതാം? യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. ഓക്കെ, സിമ്പിൾ അല്ലേ. അടുത്തത് നോക്കാം. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. അപ്പോൾ അതെങ്ങനെ എഴുതാം? ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്. പിന്നെ രണ്ടാമത്തത് ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. അപ്പോൾ സിമ്പിൾ അല്ലേ. ഒരു സെൻറ്റൻസ് തന്നിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി എഴുതാൻ തന്നിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യൂലേ. അപ്പോൾ താഴെ നമുക്ക് ചെറിയൊരു പാസേജ് തന്നിട്ടുണ്ട് ഇതേപോലെ മാറ്റി എഴുതാനായിട്ട്. അപ്പോൾ നമുക്കത് നോക്കാം. റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസസ്. അപ്പം
താഴെ കൊടുത്തിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് സെൻറ്റൻസസ് സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. A curious raccoon lived in the woods and it liked to explore new places. അപ്പോൾ ഇതെങ്ങനെയാണ് മാറ്റുക? A curious raccoon lived in the woods and മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യുക? വുഡ്സ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. അതിനുശേഷം it liked to explore new places. ഇറ്റിൻ്റെ ഐ നമ്മൾ ക്യാപിറ്റലിൽ കൊടുക്കുക. എന്നിട്ട് വേറൊരു സെൻറ്റൻസ് ആക്കുക. പിന്നെ എന്താണ്? One day it found a shiny object. അതിനുശേഷം ഫുൾ സ്റ്റോപ്പ് ഇടുക, ആൻഡ് ഒഴിവാക്കുക. എന്നിട്ട് ഇറ്റ് ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ഡെൻ. ഓക്കെ, ഇറ്റ് പ്ലേസ്ഡ് ദ ഒബ്ജെക്റ്റ് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ് ആൻഡ് സ്റ്റെയർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ? ഇറ്റ് പ്ലേസ്ഡ് ദ ഒബ്ജെക്റ്റ് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ്, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക, ആൻഡ് ഒഴിവാക്കുക. എന്നിട്ട് ഇറ്റ് സ്റ്റെയർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. നെക്സ്റ്റ് എന്താണ്? ദ റെക്കൂൺസ് ഐസ് സ്പാർക്കിൾഡ് ആൻഡ് ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ്. അപ്പം ദ റെക്കൂൺസ് ഐസ് സ്പാർക്കിൾഡ്, ഫുൾ സ്റ്റോപ്പ്, ആൻഡ് ഒഴിവാക്കുക. എന്നിട്ട് ഇറ്റിൻ്റെ ഐ ക്യാപിറ്റൽ ആക്കുക. ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ സെൻറ്റൻസസിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ആൻഡ് വരുന്ന ഭാഗം വെച്ചിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി നമുക്ക് ആക്ടിവിറ്റി 13 നോക്കാം. ഷാൽ വി പ്ലേ വിത്ത് വേർഡ്സ്? നമുക്ക് വേർഡ്സ് കൊണ്ട് കളിച്ചാലോ? കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ. അപ്പോൾ എന്താണ്? താഴെ ഒരു ക്രോസ് വേർഡ് പസിൽ ഉണ്ട്. അത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ക്ലൂസ് വെച്ചിട്ട് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ എക്രോസും ഡൗണും കൊടുത്തിട്ടുണ്ട്. എക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെയാണ് എഴുതേണ്ടത്. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴോട്ടാണ് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ എക്രോസ് ആണ്. എന്താണ് ക്ലൂ കൊടുത്തിട്ടുള്ളത്? മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. അതായത് മുന്നോട്ടും ബാക്കോട്ടും ഇങ്ങനെ ആടുന്നതിന് നമ്മൾ എന്താണ് പറയുക? സ്വിങ് എന്നാണ് അല്ലേ പറയുക. അപ്പോൾ ഇത് നമുക്കിവിടെ ഫില്ല് ചെയ്യാം. 1 എന്ന് കൊടുത്തിട്ടുള്ള നമ്പർ കൊടുത്തിട്ടുള്ള ഒരു കള്ളിയിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ സ്വിങ് എന്ന് എഴുതി. അടുത്ത എക്രോസിലുള്ള ക്ലൂ എന്താണ്? ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്. ചെറിയ സ്റ്റെപ്സ് വെച്ചുകൊണ്ട് ഓടുന്നത് അല്ലെങ്കിൽ സ്പീഡിൽ മൂവ് ചെയ്യുന്നതിന് എന്താണ് പറയുക എന്ന് ഇവിടെ ക്ലൂ കൊടുത്തിട്ടുള്ളത്. അതിനെന്താണ് പറയുക? സ്കാമ്പർ എന്നാണ് പറയുക. ഓക്കെ, സ്കാമ്പർ എന്നുള്ളത് നമുക്കിവിടെ എഴുതാം. 5 എന്ന് എഴുതിയിട്ടുള്ള ഒരു കോളത്തിൽ നിന്ന് റൈറ്റിലേക്കാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് 7ാമത്തേത് നോക്കാം. ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽബീയിങ്. ഒരു സുഖകരമായിട്ടുള്ള അവസ്ഥ. അതിന് നമ്മൾ എന്താ പറയുക? കോസി എന്നാണ് പറയുക. അപ്പം 7 എന്ന് എഴുതിയിട്ടുള്ള ഒരു കോളത്തിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് താഴോട്ട് എഴുതാനുള്ളതാണ്, ഡൗൺ. ഓക്കെ, അപ്പം 2ാമത്തെ ഇതാണ്. അത് ഇവിടെ ഓൾറെഡി നമുക്ക് W എന്നുള്ള ലെറ്റർ ഉണ്ട് അല്ലേ. ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ. അതെന്താ സംഭവം? നമ്മളിങ്ങനെ കവർ ചെയ്യില്ലേ, അതിന് നമ്മളെന്താ പറയുക? റാപ്പ് എന്നാണ് പറയുക. WRAP. അപ്പം താഴോട്ട് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? റബ്സ് സംതിങ് ജെൻറ്റ്ലി വിത്ത് ദ നോസ് ആസ് ഇഫ് ടു ഷോ അഫെക്ഷൻ. അപ്പം എന്താണ്? സ്നേഹം പ്രകടിപ്പിക്കാനായിട്ടൊക്കെ നമ്മളിങ്ങനെ മൂക്ക് വെച്ചിട്ട് ഇങ്ങനെ കളിപ്പിക്കില്ലേ, ഒരു സ്നേഹപ്രകടനം നടത്തില്ലേ, അതിനെന്താണ് പറയുക? അത് നമ്മൾ പറയുക, ഇവിടെ ഓൾറെഡി 3 താഴോട്ട് എഴുതാനാണ് ഉള്ളത്. അപ്പോൾ എന്നും ഇയും ഉണ്ട് അല്ലേ. ഫസ്റ്റ് ലെറ്റർ എൻ ആണ്, ലാസ്റ്റ് ലെറ്റർ ഇ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് നസിൽ എന്നാണ് പറയുക കേട്ടോ. അങ്ങനെ അഫെക്ഷൻ കാണിക്കാൻ വേണ്ടി മൂക്ക് വെച്ച് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുക? നസിൽ എന്നാണ് പറയുക. ഇനി 4ാമത്തേത്, അതും താഴോട്ടാണ്. ഫ്രൈറ്റനിങ് കോസിങ് ഫിയർ. അപ്പോൾ നമുക്ക് പേടിപ്പെടുത്തുന്ന കാര്യത്തിന് എന്താണ് പറയുക? സ്കെയറി എന്നാണ് പറയുക അല്ലേ. സിയും വൈയും ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി ഫില്ല് ചെയ്ത് കൊടുക്കുക, സ്കെയറി. ഇനി ഒന്നും കൂടിയാണുള്ളത്. ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ എ ചൈൽഡ് ടു പ്ലേ വിത്ത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഒബ്ജക്റ്റ്. അതെന്താണ്? ടോയ് അല്ലേ. ഇവിടെ O ഉണ്ട്. ഇനി നമുക്ക് Tയും Yയും എഴുതിയാൽ മതി, ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, ടോയ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.